കഴിഞ്ഞ 2.5 വർഷമായി അൽ നസറിന് വേണ്ടി കളിക്കുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് പക്ഷേ ലീഗ് കിരീടം ഇതുവരെ നേടാൻ സാധിച്ചില്ല. സൗദി ലീഗ് കിരീടം നേടാൻ കഴിയാത്ത അല്ലെങ്കിൽ അത് കിട്ടാക്കനിയായി തുടരുന്നത് റൊണാൾഡോയെ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ്. അദ്ദേഹം അക്കാര്യത്തിൽ വളരെ ഫ്രസ്ട്രേറ്റഡ് ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ശേഷം, അതായത് റൊണാൾഡോ സൗദി ലീഗിൽ എത്തിയതിനു ശേഷം കരീം ബെൻസിമയൊക്കെ സൗദി ലീഗിലേക്ക് ചേക്കേറി. പക്ഷേ ബെൻസിമയ്ക്കൊക്കെ ലീഗ് കിരീടം സ്വന്തമാക്കാൻ കഴിഞ്ഞു. പക്ഷേ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് അത് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു വലിയ പ്രശ്നം തന്നെയാണ്. ഫാൻസിനെ സംബന്ധിച്ചാണെങ്കിൽ അതൊരു വലിയ പോരായ്മയായിട്ടാണ് അവരെല്ലാവരും കാണുന്നത്. പലപ്പോഴും വിമർശനങ്ങളൊക്കെ നിൽക്കുന്നത്, അല്ലെങ്കിൽ കളിയാക്കലും അല്ലെങ്കിൽ ട്രോളുകളൊക്കെ നിൽക്കുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ്. അപ്പം എന്തായാലും ഈ സീസൺ രണ്ടും കൽപ്പിച്ചാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയും അൽ നസറും. കാരണം ഇത്തവണ ലീഗ് കിരീടം പിടിച്ചെടുത്തേ മതിയാവൂ എന്നുള്ള ഒരു അവസ്ഥയിലാണ് അൽ നസർ. അപ്പം ആ രീതിയിലുള്ള ഡീലുകളൊക്കെ ഇപ്പം നടക്കുന്നുണ്ട്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ജാവോ ഫെലിക്സിനെ സൈൻ ചെയ്തിരിക്കുകയാണ് അൽ നസർ. കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ചുള്ള ഡീല് കൺഫർമേഷൻ ആയത്. അപ്പോൾ ചെൽസിയുമായിട്ടുള്ള ഡീലിനൊടുവിലാണ് ഇപ്പം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ടീം ജാവോ ഫെലിക്സിനെ സ്വന്തമാക്കുന്നത്. 25 വയസ്സ് മാത്രമുള്ള, ഒരു കാലത്ത് ഒരു യങ് പ്രതിഭ എന്നുള്ള രീതിയിൽ ഗോൾഡൻ ബോയ് അവാർഡൊക്കെ നേടിയ ഒരു താരമാണ് ജാവോ ഫെലിക്സ്. അപ്പം 25-ാമത്തെ വയസ്സിൽ ഇപ്പം സൗദി ലീഗിലേക്ക് ചേക്കേറാൻ പോകുന്നു. അപ്പം ജാവോ ഫെലിക്സിനെ സംബന്ധിച്ച് അദ്ദേഹത്തിനാണെങ്കിൽ തുടക്കത്തിൽ നല്ല പൊട്ടൻഷ്യലൊക്കെ പ്രകടമാക്കി. നമുക്കറിയാം, ബെൻഫിക്കയ്ക്ക് വേണ്ടിയാണെങ്കിലും അതിനുശേഷം അത്ലറ്റിക്കോ മാഡ്രിഡിന് വേണ്ടിയാണെങ്കിലും നല്ല പെർഫോമൻസ് ആയിരുന്നു. അപ്പം ഒരു ബിഗ് സ്റ്റാർ എന്നുള്ള രീതിയിലേക്കുള്ള ഇമേജ് ഒക്കെ ചെറുപ്പത്തിൽ തന്നെ വന്നിരുന്നു. പക്ഷെ പിന്നീട് ആ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ പറ്റിയില്ല. പല വിഷയങ്ങൾ, ആറ്റിറ്റ്യൂഡ് പ്രോബ്ലംസ്, സിമിയോണിയുമായിട്ടുള്ള ഫാളോ ഔട്ട്, അപ്പം അങ്ങനെ കുറേ വിഷയങ്ങളുണ്ടായി. അതിനുശേഷം ബാഴ്സലോണയിൽ ലോണിൽ പോയി, ചെൽസിയിൽ പോയി, പിന്നെ ചെൽസി സ്വന്തമാക്കി. അതിനുശേഷം ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ AC മിലാന് വേണ്ടി ലോണിൽ കളിച്ചു. എല്ലായ്പ്പോഴും എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ തുടക്കത്തിൽ നല്ല രീതിയിൽ കത്തിക്കയറും, പിന്നീട് ആ ഒരു ഫോം നിലനിർത്താൻ ജാവോ ഫെലിക്സിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ 25 വയസ്സ് മാത്രമുള്ള ഒരു പ്ലെയറാണ്, നല്ല പൊട്ടൻഷ്യൽ ഉള്ള പ്ലെയറാണ്. ആറ്റിറ്റ്യൂഡ് വൈസ് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ അത് മാറ്റിയെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ അതൊരു നല്ല ഒരു ചാൻസ് തന്നെയായിരിക്കും ജാവോ ഫെലിക്സിനെ സംബന്ധിച്ച്. കാരണം ഫെലിക്സിന് ഒരു കരിയർ വീണ്ടെടുക്കുക എന്നുള്ള രീതിയിൽ അൽ നസർ എന്ന് പറഞ്ഞാൽ ഒരു മോശം ഓപ്ഷൻ ആയിട്ട് കാണാൻ പറ്റില്ല. കാരണം ക്രിസ്ത്യാനോ റൊണാൾഡോ അവിടെ കളിക്കുന്നുണ്ട്. അത് മാത്രമല്ല ഇപ്പം ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരു ക്ലബ്ബാണ്. സ്വാഭാവികമായിട്ട് അവിടെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ ഇനിയിപ്പോൾ വേൾഡ് കപ്പിന് ഒരു വർഷം പോലും ഇല്ല. അപ്പം ക്രിസ്ത്യാനോ റൊണാൾഡോയും ജാവോ ഫെലിക്സും ചേർന്നുള്ള ഒരു കോമ്പിനേഷൻ അൽ നസറിൽ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ അത് വലിയ രീതിയിൽ താരത്തിന് ഗുണം ചെയ്യും. പ്രത്യേകിച്ച് നെക്സ്റ്റ് വേൾഡ് കപ്പ് ടീമിലൊക്കെ, പോർച്ചുഗൽ ടീമിലൊക്കെ ഉൾപ്പെടാൻ അതൊരു സാഹചര്യമായിട്ട് മാറും. അപ്പം അതുകൊണ്ട് തന്നെ ജാവോ ഫെലിക്സിനെ സംബന്ധിച്ച് നിലവിൽ പ്രാക്ടിക്കലി അതൊരു നല്ല ഡീലായിട്ട് തന്നെയാണ് പൊതുവെ കാണുന്നത്. പിന്നെ മോശമില്ലാത്ത സാലറി ഉൾപ്പെടെയുണ്ട്. അപ്പം അൽ നസറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വിവിധ പൊസിഷനുകളിൽ നല്ല താരങ്ങളെ കൊണ്ടുവരേണ്ടത്, പലപ്പോഴും ഈ കൺസിസ്റ്റൻസി ഇല്ലാത്തത്, പ്രത്യേകിച്ച് ഡിഫൻസിലെ പ്രോബ്ലംസ്, മിഡ്ഫീൽഡിലെ പ്രോബ്ലംസ്, ഇതൊക്കെയാണ് അൽ നസറിന് പ്രശ്നങ്ങളായിട്ട് മാറിയത്. അല്ലെങ്കിൽ ലീഗ് കിരീടം എത്തിപ്പിടിക്കാൻ പറ്റാത്തൊരു സാഹചര്യമൊക്കെ ഉണ്ടായത്. ഇപ്പോൾ റൊണാൾഡോയുടെ ഭാഗത്ത് നിന്ന് ടോപ്പ് പെർഫോമൻസ് ഉണ്ടാകുന്നു, അദ്ദേഹം ഗോളുകൾ നേടുന്നു, അദ്ദേഹം ഗോൾഡൻ ബൂട്ട് പുരസ്കാരം സ്വന്തമാക്കുന്നു. അപ്പം ആ രീതിയിൽ റൊണാൾഡോ അവിടെ നിൽക്കുന്നു. പക്ഷെ റൊണാൾഡോയ്ക്ക് വേണ്ടത്ര രീതിയിലുള്ള സപ്പോർട്ടുകൾ ലഭിക്കുന്നില്ല എന്നുള്ള. അപ്പോൾ സാദിയോ മാനെയും ബ്രോസോവിച്ചിനൊക്കെ മാറ്റി നിർത്തുകയാണെങ്കിൽ അത്ര മികച്ച പ്ലെയേഴ്സ് നിലവിൽ അൽ നസറിൽ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഐമറിക് ലപ്പോർട്ട് ആണെങ്കിൽ പോകാൻ നിൽക്കുകയാണ്. അദ്ദേഹം അത്ലറ്റിക്കോ ബിൽബാവിലേക്ക് ചേക്കേറാനാണ്, അല്ലെങ്കിൽ സ്പെയിനിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ എഡീഷൻസ് ഡിഫൻസിലും മിഡ്ഫീൽഡിലും മുന്നേറ്റ നിരയിലൊക്കെ അൽ നസറിന് ആവശ്യമാണ്. ഇപ്പം റൂമറുകൾ കേൾക്കുന്നത്, ഇപ്പോൾ ജാവോ ഫെലിക്സിന് ശേഷം കേൾക്കുന്ന ഒരു പ്രധാനപ്പെട്ട പേര് ആന്റണിയുടെ പേരാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിൽക്കാൻ വെച്ചിരിക്കുന്ന ആന്റണിയെ സ്വന്തമാക്കാൻ അൽ നസറിന് താല്പര്യമുണ്ട്. ആ രീതിയിൽ ഡീല് മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായുള്ള ഇനീഷ്യൽ ടോക്സ് ഒക്കെ ആരംഭിച്ചു എന്നുള്ള റൂമറുകളൊക്കെ വരുന്നുണ്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ താല്പര്യാർത്ഥമാണ് ഈ ഒരു നീക്കം നടക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ആന്റണിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആന്റണി ബെറ്റിസിന് വേണ്ടി കളിച്ച് കഴിഞ്ഞ സീസണിൽ ലോണിൽ പോയി മികച്ച പെർഫോമൻസ് ആണ് കാഴ്ചവെച്ച, കരിയർ വീണ്ടെടുക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പം ആന്റണി നിൽക്കുന്നത്. അതുമാത്രമല്ല അടുത്ത വേൾഡ് കപ്പിനൊക്കെ കളിക്കണമെങ്കിൽ ആന്റണിയുടെ ഭാഗത്ത് നിന്നും നല്ലൊരു പെർഫോമൻസ് വേണം. അപ്പം റയൽ ബെറ്റിസുമായുള്ള ഡീല് നടക്കാനുള്ള ഒരു സാഹചര്യം വളരെ കുറവാണ്. കാരണം അതിങ്ങനെ നീണ്ടുപോവുകയാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ ആന്റണി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിട്ട് അൽ നസറിലേക്ക് പോകാനുള്ള ഒരു സാധ്യത ഇങ്ങനെ തെളിഞ്ഞു വരികയാണ്. 60 മില്യൺ യൂറോയാണ് ആന്റണിക്ക് വേണ്ടി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ചോദിക്കുന്നതെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. അപ്പോൾ എന്തായാലും ഈ ഡീലിൽ ഒരു നിർണായക പുരോഗതി വരും ദിവസത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ആന്റണിയെ സംബന്ധിച്ച് ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ഇപ്പോൾ കളിക്കുക എന്നുള്ളത് ഇപ്പോൾ ഫെലിക്സിനെ പോലെ തന്നെ അതൊരു വലിയ അച്ചീവ്മെൻ്റ് ആയിരിക്കും. കാരണം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ഒരുമിച്ച് കളിച്ച താരങ്ങളാണ്. അതുമാത്രമല്ല ക്രിസ്ത്യാനോ റൊണാൾഡോയെ ആരാധിക്കുന്ന ഒരു പ്ലെയറാണ് ആന്റണി. അപ്പം ആ ഒരു സാഹചര്യത്തിൽ ആന്റണിക്കാണെങ്കിലും സൗദി ലീഗിൽ പോയാൽ ഷൈൻ ചെയ്യാൻ സാധിക്കും. ഇപ്പം റൈറ്റ് വിങ്ങറാണ് ബേസിക്കലി എങ്കിലും ലെഫ്റ്റ് വിങ്ങറായിട്ടും റൈറ്റ് മിഡ്ഫീൽഡറായിട്ടൊക്കെ കളിക്കാൻ പറ്റുന്ന ആ ഒരു കപ്പാസിറ്റി ഉള്ള പ്ലെയറാണ് ആന്റണി. അപ്പോൾ ആന്റണി കൂടി എത്തുമ്പോൾ
അൽ നസറിന്റെ ആ ഒരു മുന്നേറ്റ നിര, സാദിയോ മാനെ, ജാവോ ഫെലിക്സ്, ആന്റണി, ക്രിസ്ത്യാനോ റൊണാൾഡോ. അപ്പോൾ അതൊരു മികച്ച രീതിയിൽ വർക്കൗട്ട് ആയിട്ട് ഒരു ഗെയിം പ്ലാനോടെ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. പിന്നെ ആൻഡ്രിയാസ് ക്രിസ്റ്റൻസന്റെ പേരാണ് കേൾക്കുന്നത്. ക്രിസ്റ്റൻസിനെ വേണമെന്ന് റൊണാൾഡോ ആവശ്യപ്പെട്ടു ഡിഫൻസിലേക്ക്, പ്രത്യേകിച്ച് ലപ്പോർട്ടെ പോകുന്ന സാഹചര്യത്തിൽ ക്രിസ്റ്റൻസൻ വരികയാണെങ്കിൽ അത് നല്ലൊരു റീപ്ലേസ്മെന്റ് ആയിരിക്കും എന്നുള്ള ഒരു വിലയിരുത്തലാണുള്ളത്. ക്രിസ്റ്റൻസൻ ആണെങ്കിൽ ബാഴ്സലോണയിൽ സ്റ്റാർട്ടിംഗ് ലെവലിലൊന്നും ഇടം പിടിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. ഒരുപാട് പ്ലേയേഴ്സ് സെൻട്രൽ ബാക്ക് എന്നുള്ള രീതിയിൽ അവർക്ക് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ ക്രിസ്റ്റൻസനെ വിൽക്കാൻ ബാഴ്സലോണ തയ്യാറാകുമ്പോൾ ആ ഒരു ഡീലിൽ നിർണായക പുരോഗതിയൊക്കെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ മറ്റൊരു പേര് കേൾക്കുന്നത് മാർക്ക് കുക്കുറയുടെ പേരാണ്. അപ്പോൾ അത് റൂമറാണ്. കുക്കുറയെ പക്ഷേ വളരെ സജീവമായിട്ട് തന്നെ പരിഗണിക്കുന്നുണ്ട് അൽ നസർ. അവരുടെ പ്രതിനിധി ഉടൻ തന്നെ ലണ്ടനിൽ എത്തും എന്നുള്ള റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ റൂമറുകളൊക്കെ വരുന്നുണ്ട്. വിവിധ ഫുട്ബോൾ മാധ്യമങ്ങളൊക്കെ ഇത്തരം റൂമറുകൾ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള റിപ്പോർട്ട്സ് ഒക്കെ നൽകുന്നുണ്ട്. പക്ഷേ കുക്കുറയെ ചെൽസി വിട്ടുകൊടുക്കുമെന്ന് തോന്നുന്നില്ല. കാരണം അവരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട പ്ലെയറാണ്. അപ്പം എൻസോ മറസ്കയുടെ പ്രൊജക്റ്റിൽ ഒരു നിർണായക സ്ഥാനമുള്ള ലെഫ്റ്റ് ബാക്ക് തന്നെയാണ് കുക്കുറയെ കിട്ടുകയാണെങ്കിൽ അൽ നസറിനെ സംബന്ധിച്ച് അതൊരു വലിയ ഡീൽ തന്നെയായിരിക്കും. കാരണം അവരുടെ ഡിഫൻസ് സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അപ്പോൾ ഇങ്ങനെ കുക്കുറയുടെ പേരും സജീവമായിട്ട് കേൾക്കുന്നുണ്ട്. പിന്നെയും യൂറോപ്പിലെ പല പ്രമുഖ താരങ്ങളുടെയും പേരൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്, സർഫസ് ചെയ്ത് വരുന്നുണ്ട്. എന്തായാലും അൽ നസർ ഇത്തവണ രണ്ടും കൽപ്പിച്ചാണ്. കാരണം ഇത്തവണ കിരീടം നേടിയേ മതിയാകും എന്നുള്ള രീതിയിൽ തന്നെയാണ് സൗദി ക്ലബ്ബ് മുന്നോട്ട് പോകുന്നത്. ക്രിസ്ത്യാനോ റൊണാൾഡോയെ സംബന്ധിച്ചും ഒരു കിരീടം നേടിയതിനു ശേഷം, അതായത് സൗദി ലീഗ് കിരീടം നേടിയതിനു ശേഷം അടുത്ത ലോകകപ്പിലേക്ക് പോവുകയാണെങ്കിൽ അദ്ദേഹത്തിനും ആത്മവിശ്വാസം വലിയ തോതിൽ വർദ്ധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുമാത്രമല്ല വലിയൊരു ഹൈപ്പൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അൽ നസറിന്റെ ആ ഒരു നീക്കങ്ങളെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തണേ.